സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് അറിയുന്നത് ഇവിടെ പാളത്തിൻ്റെയൊക്കെ റിപ്പയറിങ് നടക്കുന്നുണ്ട്. ഇന്ന് ട്രെയിനില്ല. സാധാരണ മുംബൈയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. മിക്ക ഞായറാഴ്ച മുംബൈയിൽ വെസ്റ്റേൺ ലൈനിൽ വില്ലേപ്പാറിലെ, അതുപോലെ മുംബൈ CST, അല്ലെ താനെ, നെറൂൾ, പനവേൽ അങ്ങോട്ടൊക്കെ പോകുന്ന വഴിക്ക് പല ഞായറാഴ്ചകൾ മാറി മാറി ഇങ്ങനെ വരാറുണ്ട്. അപ്പം അതിന് ബദൽ സംവിധാനമുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മളപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ 1-2 യാത്രക്കാരൊക്കെ നമുക്ക് കാണാം. അധികം യാത്രക്കാരില്ല. അവരും എന്നെപ്പോലെ ഡിസ്ട്രിക്ട് ലൈനിൽ വന്നവരാണെന്ന് തോന്നുന്നു. ഏതായാലും എയർസ്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ബസ്സിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബസ്സുകൾ പല സ്ഥലത്തേക്ക് ഇതുണ്ട്. വിംബിൾഡൺ, ഹാമർസ്മിത്ത്, എയർസ്കോട്ടിൽ നിന്ന് പോകുന്ന ബസ്സുകളാണ്. പല സ്ഥലത്തേക്ക് അവർ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ബസ് കാണാൻ പറ്റും എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത് വലിയൊരു ഉപകാരമാണ്. കാരണം ഇവിടെ കൊണ്ട് യാത്ര മുടങ്ങുന്ന യാത്രക്കാർക്ക് മുന്നോട്ട് പോകാൻ പല യാത്രക്കാരും അതൊന്ന് വായിക്കുന്നത്. ഇങ്ങനെ പെട്ടെന്ന് ലണ്ടനിൽ വരുന്നവരൊന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ, അല്ലെങ്കിൽ അറിയാതെ വന്നു കഴിഞ്ഞാൽ. മുന്നറിയിപ്പ് എന്തായാലും ഉണ്ടാവും, ഇവർ കൃത്യമായിട്ട് ഇതൊക്കെ അറിയിക്കും. ഇപ്പോൾ ഇവിടെ ഈ സ്റ്റേഷനിൽ കാണാം, സാധാരണ ഇവിടെയൊക്കെ വലിയ കാലുകുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ വലിയ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അവിടെയാണ് ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ തന്നെ വന്ന ആളുകളാണ് ഈ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് എയർസ്കോട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ അവർ ഒരുക്കിയിരിക്കുന്നത്, അവിടെ എന്തൊക്കെ തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നതൊക്കെ നമുക്കറിയാൻ പറ്റും. വളരെ കൃത്യമായ ബോർഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് പ്രത്യേകം ഒരു അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും നമ്മൾ കാർഡൊക്കെ സ്വൈപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് ബസ് വന്നവരെങ്ങോട്ട് പോകും എന്നുള്ള ആശങ്കയിലാണ്. അവിടെ ഒരാളുണ്ട്, അയാളുടെ നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് അദ്ദേഹം തരുന്ന നിർദ്ദേശങ്ങൾ. നമുക്ക് ചോദിക്കാം. ഒരാളുണ്ട്, അയാൾ ചോദിച്ചു നോക്കാം എന്താണ് അയാൾ പറയുന്നത്. ചിലപ്പം ചിലപ്പോൾ അയാൾ പറഞ്ഞു തരും. അതിന് വേറൊരു ഗുണമെന്ന് വെച്ചാൽ സാധാരണ ട്രെയിനിൽ വരുമ്പോൾ ഈ സ്ഥലങ്ങൾ കാണാറില്ല. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്. ഈ സ്റ്റേഷൻ നല്ല ഭംഗിയുണ്ട്, ഏരിയ നല്ല കൊള്ളാം കേട്ടോ. പ്രോപ്പർ ലണ്ടൻ ഒരു ഹൃദയഭാഗമാണ്. അപ്പം ഞാൻ സാറിന് ഇവിടെ ഇറങ്ങാറില്ല. അപ്പോൾ ഏതായാലും ഇവിടെ ഇറങ്ങിയോണ്ട് ഈ കാഴ്ചകൾ കാണാൻ പറ്റി. അപ്പോൾ ഏതായാലും ബസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതായാലും മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ അറിയാൻ പറ്റും ബസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇതിലും ബാറുകളൊക്കെ രാവിലെ തുറന്നിട്ടുണ്ട്, ഞായറാഴ്ച ആയതുകൊണ്ട്. അല്ലെങ്കിൽ രാവിലെ ഈ സമയത്ത് തുറക്കുന്നതായിരിക്കാം. ഇവിടെ വൺ വേ സംവിധാനമാണ്. ബസ് കാത്ത് നിൽക്കും, ബസ് വരുമ്പോൾ കയറാം. അപ്പോൾ അങ്ങനെ റെയിൽ റീപ്ലേസ്മെൻ്റ് എന്ന് എഴുതിയൊരു ബസ് വന്നു. മനോഹരമായൊരു ബസ്സാണ് കേട്ടോ. ഈ ട്രെയിൻ യാത്ര മുടങ്ങിയവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ബസ്സാണ്. ഇതിൽ നമുക്ക് ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ. ടിക്കറ്റ് കൊടുക്കേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ബസ്സിൽ കയറി യാത്ര തുടരാം. ഏതായാലും ഇവരുടെ അറേഞ്ച്മെൻ്റൊക്കെ വളരെ ഭംഗിയാണ്. യാത്ര മുടങ്ങുന്നവർക്ക് സ്പെഷ്യൽ ബസ്, അതിന് ടിക്കറ്റ് ഇല്ല. അപ്പോൾ അതൊക്കെ യാത്രക്കാർക്ക് വലിയ ഉപകാരമാണ്. പൊതുഗതാഗത സംവിധാനത്തിൽ എത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു തെളിവാണ്.